എന്നാലും ഇവിടെ അദ്ദേഹം കാണാത്ത ഒരു കാര്യം, ഈ 2.7 കോടി രൂപ ഇപ്പോൾ അറ്റാച്ച് ചെയ്യപ്പെടും. കാരണം അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. മണി ലോണ്ടറിങ് ആക്ടിന്റെ സെക്ഷൻ 5 പ്രകാരം ഇത് അറ്റാച്ച് ചെയ്യപ്പെടാനുള്ള ഉത്തരവുണ്ടാക്കി. ഈ 2.7 കോടി രൂപ കൊണ്ട് എന്തൊക്കെ സമ്പാദിച്ചാലും, എന്തൊക്കെ ഇപ്പം പണം വാങ്ങിയാൽ, എന്തൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്തൊക്കെയാണോ വാങ്ങിയിരിക്കുന്നത്, അതെല്ലാം ഇപ്പോൾ അറ്റാച്ച് ചെയ്യപ്പെടും ECIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. നടപടിക്രമങ്ങൾ സ്പെഷ്യൽ കോർട്ടിൽ ഇതിന്റെ ക്രിമിനൽ ഭാഗവുമായിട്ട് അന്വേഷിച്ച് നടപടിക്രമങ്ങൾ ഒരു വഴിക്ക് അന്വേഷണ ഏജൻസി ECIR രജിസ്റ്റർ ചെയ്ത് ഇവരെ ചോദ്യം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഈ 2.7 കോടി രൂപ എവിടെയെന്നുള്ള പരിശോധനയാണ് തുടങ്ങുന്നത്. അത് അക്കൗണ്ടിൽ അങ്ങനെ ഇട്ടിരിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ. അപ്പൊ കാരണം ഇത്തരത്തിൽ 2 പേർക്കും പരാതി ഇല്ലാതെ ജനറേറ്റ് ചെയ്ത പണമായതുകൊണ്ട് അത് ചെലവഴിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് ചെലവഴിച്ചത്? പിന്നെ EDയുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് സമ്പാദിച്ചിട്ടുള്ള വസ്തുക്കളും സ്വത്തുവകകളും ഒക്കെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന, അതൊരു മൊത്തത്തിലൊരു ബ്ലാങ്കറ്റ് അറ്റാച്ച്മെന്റ് ആണ്. എല്ലാ സ്വത്തുക്കളും അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രവണതയാണ് അവർ കാണിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കോടതിയിൽ മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നേരിടേണ്ടി വരുന്ന നടപടിക്രമങ്ങൾ വളരെ കടുത്തതാണ്. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി പിന്നെ ഡൽഹിയിലുള്ള അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപിൽ അവിടെ അത് കൺഫർമേഷൻ ഹിയറിംഗ് ഉണ്ട്. പിന്നെ മണി ലോണ്ടറിംഗ് ട്രിബ്യൂണലിൽ പോകേണ്ടതായിട്ടുണ്ട്. അതിനെ അപ്പീൽ വഴി അതിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് കോടതിയിൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയരായതിനു ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ജനാധിപത്യ ക്രമത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകൾ ഇതുപോലെ നിയമവിധേയമല്ല എന്ന് എല്ലാവർക്കും, ജേർണലിസ്റ്റുകൾക്ക് മാത്രമല്ല ഈ പാനലിലിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്തുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇവേസീവായിട്ടുള്ള റിപ്ലൈ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2.7 കോടി രൂപയ്ക്ക് എന്ത് സർവീസാണ് നൽകിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്റേഷനും ഇല്ല, ഒരു തരത്തിലുള്ള കറസ്പോണ്ടൻസും ഇല്ല ഇത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതായിട്ട്. ആകെപ്പാടെ ഉള്ള ഒരു രേഖ എന്ന് പറയുന്നത് ഈ 2.7 കോടി രൂപ അക്കൗണ്ടിൽ വാങ്ങിയെന്നുള്ളതാണ്. ഇങ്ങനെ നിയമപ്രകാരം ഒരു പബ്ലിക് സർവന്റിന്റെ ബന്ധുക്കളൊക്കെ തന്നെ അക്കൗണ്ടിലോ അല്ലാതെയോ പണം വാങ്ങുന്നത് തടയുവാനും അത് കണ്ടുപിടിക്കുവാനുമുള്ള വകുപ്പാണ് ക്രിമിനൽ മിസ്കോണ്ടക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 13 2018 അമെൻമെന്റിന് ശേഷവും വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് നിയമത്തിൽ വകുപ്പും വ്യവസ്ഥയും ഒക്കെ ഉള്ളത്. അപ്പം സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിന് പകരം അത്തരത്തിലൊരു ആക്രമണോത്സുകത കാണിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം ഇതിന്റെ ഗൗരവം എന്താണെന്ന് അറിയാം. ഇപ്പോൾ GST കൊടുത്തോന്നോ ഉള്ളതൊന്നും കൊണ്ട് തന്നെ ഇത്തരത്തിൽ 2.7 കോടി രൂപ അത് നിയമപരമാകുന്നില്ല. അത് GST കൊടുക്കുമ്പോൾ തന്നെ അത് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒഫൻസിന്റെ പരിധിയിലാണ് വ്യക്തമായിട്ട് വരുന്നത്. സെക്ഷൻ 3 മണി ലോണ്ടറിങ് ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം ഇതുപോലെ ഒരു ക്രൈമിൽ നിന്നും സ്വരൂപിക്കപ്പെട്ട പണം അത് ന്യായമായിട്ടും സമ്പാദിച്ച പണമാണ് എന്ന് ക്ലെയിം ചെയ്യുന്നതോടുകൂടി അവിടെ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒഫൻസ് സംഭവിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ GST അടയ്ക്കുന്നതിലൂടെ അവിടെ മണി ലോണ്ടറിങ് ആണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ 2 കമ്പനികൾക്കും പരാതിയില്ല എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കായിട്ട് ഇതിന്റെ ഒരു വിഷയം നോക്കാൻ അദ്ദേഹം വൈമുഖ്യം കാണിക്കുകയാണ്. കാരണം 2 കമ്പനികൾക്കും പരാതിയില്ലെന്ന് പറയുമ്പോൾ എന്താ ആദായ നികുതി വകുപ്പിനെ പറ്റിക്കുവാൻ വേണ്ടി, ആദായ നികുതിയിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടി കള്ളക്കണക്ക് കാണിച്ചു എന്ന രീതിയിൽ റെയ്ഡിന് ശേഷം ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് കണ്ടെടുത്തപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ പോയപ്പോഴാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനകത്ത് ഇത്തരത്തിൽ സർവീസ് ഒന്നും ചെയ്യാതെ തന്നെ പണം കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അങ്ങനെയുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അനന്തര നടപടികളിലേക്കൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ SFIO അന്വേഷണത്തിലേക്കൊക്കെ ഉത്തരവാകുന്നത്. അപ്പൊ 2 കമ്പനികൾക്ക് പരാതി ഇല്ല എന്ന് പറയുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടുന്നത്? ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചുകൊണ്ട് ആദായ നികുതി കൊടുക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു അറേഞ്ച്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ 2 കമ്പനികൾക്കും ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാവുന്ന കാര്യങ്ങൾ സഹായം വഴിവിട്ട് ചെയ്തു കൊടുക്കുകയോ മകളോ മറ്റേതെങ്കിലും ബന്ധുക്കളോ അങ്ങനെയുള്ള സഹായത്തിന്റെ ഫലമായിട്ട് അവരെ എൻറിച്ച് ചെയ്യപ്പെടുക, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ അഴിമതി നിരോധന നിയമത്തിന്റെ 13-ാം വകുപ്പ് പ്രകാരം ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ആണ്.
അഴിമതി പണം കൊടുക്കുന്നയാൾക്കും അഴിമതി പണം വാങ്ങിയിട്ട് അതിൻ്റെ പേരിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്ന പബ്ലിക് സർവൻറ്റിനും, അല്ലെങ്കിൽ ആ പബ്ലിക് സർവൻ്റ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടായ മകൾക്കോ മരുമകനോ മരുമകളോ ആരായിക്കൊള്ളട്ടെ, അവർക്കൊന്നും തന്നെ പരാതി ഉണ്ടാവില്ല. പരാതി ഉണ്ടാകുന്നത് ഒരു നിയമവ്യവസ്ഥയിൽ നിയമം ചലിപ്പിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള അതോറിറ്റീസ് അവർ കണ്ണു തുറക്കുമ്പോഴാണ് പരാതി ഉണ്ടാകുന്നത്. മണി ലോണ്ടറിംഗ് ലോ പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് എങ്ങനെയാ പരാതി ഉണ്ടാകുക? മണി ലോണ്ടറിംഗ് ലോ പ്രകാരം ഇത്തരത്തിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് എങ്ങനെയാണ് പരാതി ഉണ്ടാകുക? അതിനാണ് ഇവിടെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ECIR ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കൊണ്ട് അത് കോടതിയിൽ മാത്രമാണ് അന്വേഷണത്തിന് വിധേയയാകണ്ടേ. ഇപ്പോൾ 100% അറസ്റ്റ് നടക്കണമെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നത് 447 ഷെഡ്യൂൾഡ് ഒഫൻസ് ആയതുകൊണ്ട് EDയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നെസസറി ആയിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അന്വേഷണമായിട്ട് മുൻപ് ചോദ്യം ചെയ്യും. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു നെസസറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പല്ല. സെക്ഷൻ 19 പ്രകാരം അവർ അറസ്റ്റിലേക്ക് കടക്കുന്നത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നെസസറിയാണ്. ഈ കുറ്റാരോപിത സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ്.